നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു മറിഞ്ഞു. കൈക്കുഞ്ഞുൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. അഞ്ചൽ കുളത്തുപുഴ റോഡിൽ പത്തടി കാഞ്ഞവയൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഗൃഹനാഥനെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചവറ സൗത്ത് മാലി ഭാഗം സ്വദേശി അനന്തകൃഷ്ണപിള്ളയാണ് മരിച്ചത്. സെറ്റിയിൽ നിന്നും താഴെ കമിഴ്ന്നു വീണ നിലയിലായിരുന്നു മൃതദേഹം. കുണ്ടറ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിക്ക് സമീപം വാഹനാപകടം. 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കൊട്ടാരക്കരയിൽ വിദ്യാഭ്യാസ കോൺക്ലേവ്. AI മേഖലയിൽ ഉയർന്നുവരുന്ന സാധ്യതകളും മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളും നൈതിക വിഷയങ്ങളുമാണ് കോൺക്ലേവിൽ അവതരിപ്പിച്ചത്. ഡിസൈർ 2025 എന്ന പേരിലാണ് കോൺക്ലേവ് നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം മറിഞ്ഞു. കൈക്കുഞ്ഞുൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. അഞ്ചൽ കുളത്തുപുഴ റോഡിൽ പത്തടി കാഞ്ഞവയൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. തമിഴ്നാട് ട്രിച്ചിയിൽ നിന്നും വർക്കല ബീച്ചിലേക്ക് പോയ ഇന്നോവ കാറിൽ സഞ്ചരിച്ച കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പുലർച്ചെയായിരുന്നു അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് പുറത്തേക്ക് പതിച്ചു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അപകടത്തിൽപ്പെട്ടവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. 5:05 സംഭവം നടക്കുന്നത്. ഒരു സൗണ്ട് മാത്രമേ കേട്ടോളൂ നാട്ടുകാരെല്ലാവരും. അവർ 6-7 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അവർ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇലക്ട്രിസിറ്റിക്കാർ വന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി അവർ പോയി. പിന്നെ പോസ്റ്റ് അവർ മാറ്റി കൊടുക്കും. അവർക്കുള്ള സെറ്റിൽമെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അളിയൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. തെരുവുനായ റോഡിന് കുറുകെ ചാടിയതാണ് കാർ നിയന്ത്രണം വിടാൻ കാരണമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. എന്നാൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നും പറയുന്നുണ്ട്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവം നടത്തി. ചിറ്റുമല ശാസ്താംകോട്ട ക്ലസ്റ്റർ തല പരിപാടിയാണ് മൈനാഗപ്പള്ളിയിൽ നടത്തിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷന്റെ അരങ്ങ് പരിപാടിയാണ് മൈനാഗപ്പള്ളി മിലാദി ഷെരീഫ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചത്. അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ ചുറ്റുമല ശാസ്താംകോട്ട ക്ലസ്റ്റർ തല സർഗോത്സവമാണ് നടന്നത്. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിൽ എത്രയോ 10 മടങ്ങ് മുന്നിൽ പോയി ഇതിന്റെ പ്രവർത്തനം. കേരളീയ സമൂഹത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി നമ്മുടെ കുടുംബശ്രീ മിഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബശ്രീ മിഷനെ ആസ്പദമാക്കി കേരളത്തിൽ ലക്ഷക്കണക്കിനായി വരുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തരം ലോണുകളാണ് നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി ആ ലോൺ നിങ്ങൾ അടയ്ക്കുകയാണ്. എടുത്ത വായ്പ വളരെ കൃത്യമായി. പണ്ടാണെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് സരകൻ അധ്യക്ഷത വഹിച്ചു. ഏറെ സന്തോഷവും അനുഭവമാണ്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ വലിയ ഒരു പങ്ക് വഹിക്കുന്നതാണ്. ഇത് നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച കുടുംബശ്രീ അയൽക്കൂട്ടം നമ്മുടെ കുടുംബശ്രീക്ക് മൈനാഗപ്പള്ളിക്ക് ലഭിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി കാണും. കുടുംബശ്രീ പ്രസ്ഥാനം അത്തരത്തിൽ വളരെ അഭിമാനത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ നിരവധി പേർ ഇത് തന്നെ ശാസ്താംകോട്ടയിലായാലും മറ്റ് ബ്ലോക്കുകളിലായാലും മറ്റ് പഞ്ചായത്തുകളിലെല്ലാം തന്നെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൈ ഷാജഹാൻ, അൻസാർ ഷാഫി, രാഖി രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, K വത്സലകുമാരി, ബിനു മംഗലത്ത, ശ്രീകുമാർ S, R ഗീത, ശ്രീജ SK, K രാജശേഖരൻ, സരസ്വതി രാമചന്ദ്രൻ, മിനി തോമസ്, ദിവ്യ ജയകുമാർ, മിനി സൂര്യകുമാർ, ലാലി KG, അനീഷ് പടപ്പക്കര, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി, ഷീബ സിജു, സജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു.
കേരള പോലീസിലെ 1988 ജൂൺ 1 ബാച്ചിന്റെ 5ാം സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്ത് നടത്തിയത്. കേരള പോലീസിലെ 1988 ജൂൺ 1 ബാച്ചിന്റെ 5ാം സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്ത് നടത്തിയത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ധർമ്മജൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് 34 വർഷം കഴിഞ്ഞിട്ടാണ് തൃശൂർ ആമ്പല്ലൂർ റീജൻസി ഹോട്ടലിൽ നടത്തിയത്. അന്ന് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് 75ഓളം പേർ പങ്കെടുത്തു. 62 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവരാണ് ഇതിലുള്ളവരെല്ലാവരും. ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളുകളാണ് ഇതിലുള്ള എല്ലാവരും. കാരണം നമ്മൾ 34 വർഷത്തിന് ശേഷം കൂടിയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള മാനസികമായിട്ട് തന്നെ വളരെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാവരും ഈ വാർഷിക കൂട്ടായ്മ കൂടുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് തലേ ദിവസം തന്നെ പലരും എത്തി ഇവിടെ റൂമുകളിൽ കിടന്നിട്ട് ഈ കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. സഞ്ജീവ് കുമാർ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി രാധാകൃഷ്ണൻ, ഖജാൻജി ഗോപി, മണിലാൽ എന്നിവർ പങ്കെടുത്തു. 14 ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗൃഹനാഥനെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചവറ സൗത്ത് മാലി ഭാഗം സ്വദേശി അനന്തകൃഷ്ണപിള്ളയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. സെറ്റിയിൽ നിന്നും താഴെ കമിഴ്ന്നു വീണ നിലയിലാണ് മൃതദേഹം കണ്ടത്. ചവറ സൗത്ത് മാലി ഭാഗം കൈലാസം വീട്ടിൽ 58 വയസ്സുള്ള അനന്തകൃഷ്ണപിള്ളയെയാണ് ശനിയാഴ്ച രാവിലെ സുഹൃത്തിന്റെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചവറ സൗത്ത് മടത്തൽ ജംഗ്ഷന് സമീപമുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് മൃതദേഹം കണ്ടത്. 8-ന് രാത്രി സുഹൃത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു ഈ ദേഹം. തെക്കുംഭാഗം പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തെക്കുംഭാഗം പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. കിടന്നിരുന്ന സെറ്റിയിൽ നിന്നും താഴെ കമിഴ്ന്നു വീണ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. ന്യൂസ് ബ്യൂറോ, ചവറ. CPI കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. CPI കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. 64-ൽ നമ്മൾ പിളർന്നു. അതോടുകൂടി നമ്മൾ വളർച്ച ഒന്ന് ബ്രേക്ക് ചെയ്തു. അവരുടെ 1-ാം ഘട്ടം വളരെ പതുക്കെയായിരുന്നു. 2-ാം ഘട്ടം നമ്മൾ പിളർന്നത് കൊണ്ട് നമ്മളോടൊപ്പമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും സോഷ്യലിസ്റ്റ് ചേരിയുടെ തകർച്ചയും ലോകത്ത് സൃഷ്ടിച്ച പുതിയൊരു ചേരുവയില്ല പഴയ കാലത്തുണ്ടായിരുന്ന. ഒരുപക്ഷെ അതിൻ്റെ ഒരു തിരിച്ചുവരവാണ് ആധുനികകാല നഗരവർഗീയത. ഈ ആധുനികകാല നഗരവർഗീയത ലോകത്ത് കമ്പോളം സൃഷ്ടിച്ച നഗരങ്ങളിൽ ചിലരുടെ കയ്യിൽ ഏത് രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ, എന്തിനേയും വിലയ്ക്ക് മേടിക്കാൻ കഴിയുന്ന, പണം ജനങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടായപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമാണ് ഈ കമ്പോള വർഗീയത. അത് കൃത്യമായി ഈ കമ്പോള വർഗീയതയൊക്കെ വരുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധി ഒരു പേജിൽ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ ജഗജ്ജീവൻ ലാലി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MS താര, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ R ലതാദേവി, K ശിവശങ്കരൻ നായർ, RS അനിൽ, ജില്ലാ കൗൺസിൽ അംഗം വിജയമലാലി എന്നിവർ പങ്കെടുത്തു. മണ്ഡലം സെക്രട്ടറി I ഷിഹാബ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മണപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞിപ്പുഴ മേഖലാ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത്. ഇന്ത്യൻ മുസൽമാന സാമ്പത്തികമായ സ്രോതസ്സുകൾ തച്ചുതകർത്ത മതധ്രുവീകരണത്തിലൂടെ അധികാരത്തിൽ അമർന്നിരിക്കാമെന്ന് വഖഫ് ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ചാണ് കാഞ്ഞിപ്പുഴ മേഖല മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കാഞ്ഞിപ്പുഴ, കടുവിനാൽ, മണപ്പള്ളി, മടത്തിൽ കരാജ്മ, പള്ളിക്കുറ്റി, പാവുമ്പ മഹല്ലുകളിലെ അംഗങ്ങൾ, ഇമാമുമാർ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു.
മണപ്പള്ളി VM ഓഡിറ്റോറിയം പരിസരത്ത് നിന്നാണ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ആരംഭിച്ചത്. കോർഡിനേഷൻ ചെയർമാൻ അബ്ദുൽ വാഹിദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 1954 വഖഫ് നിയമം തന്നെ അസാധുവാക്കിക്കൊണ്ട് 95 1995 എന്ന വഖഫ് ആക്ട് നിലവിൽ വരികയും ചെയ്തു. ആ നിലവിൽ വന്നതിന് ശേഷം പിന്നെയും അമെന്റ്മെന്റുകൾ 2013 വരുത്തി. പക്ഷേ ഇതെല്ലാം വരുത്തിയെങ്കിലും ഇതിനകത്ത് ഭരണപരമായ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായി തന്നെ നടക്കുകയുണ്ടായി. ഈ 2013 ശേഷം ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ മൊത്തം 32ഓളം വഖഫ് ബോർഡുകളും അത്രയും തന്നെ വഖഫ് ട്രൈബ്യൂണലുകളും ഉണ്ട്. ഇത് വളരെ സുതാര്യമായിട്ട് അതിന്റെ ഭരണങ്ങൾ നിർവഹിക്കുന്നു. അതിന്റെ മുതവല്ലിമാരും ഒക്കെ വളരെ കാര്യമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏകദേശം 8.72 ലക്ഷത്തോളം സ്വത്തുക്കളുണ്ട്. ഇതിന്റെ വാല്യൂ പലരും പറയുന്ന 8,000 കോടി, 30,000 കോടി, 15,000 കോടി, ഇതൊന്നുമല്ല, 1 ലക്ഷം കോടി രൂപയുടെ വാല്യൂ ഉള്ള മുതലുകളാണ് ഇതുള്ളത്. മുഹമ്മദ് ഷെരീഫ് അക്സനി, മുഹമ്മദ് യാസിൻ ബുഖാരി, ഹാഫിൾ മുസമ്മിൽ ദാറാനി ബാഖവി, ഹാഷിം മന്നാനി, ഫാദിൽ അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാമഞ്ചിറ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. നസീർ ചീനംവിള നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തഴവ. കുണ്ടറ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിക്ക് സമീപം വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ 4 പേരും ഓട്ടോറിക്ഷ യാത്രികരാണ്. ശനിയാഴ്ച പുലർച്ചെ 1:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റ 4 പേരും ഓട്ടോറിക്ഷ യാത്രികരാണ്. കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടമുണ്ടായത്. പടപ്പക്കര സ്വദേശികളായ ലിജോ, ബോസ്കോ, ബോസ്, ടെൻസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന നിഖിൽ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. കുണ്ടറ ഭാഗത്തു നിന്നും പേരയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും കുണ്ടറയിലേക്ക് കോഴിയുമായി പോയ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. BJPയുടെ നേതൃത്വത്തിൽ ഒരാണ്ട് ഒരു വീട് സ്വപ്ന ഭവന യോജന പദ്ധതിക്ക് തുടക്കമാകുന്നു. കരുനാഗപ്പള്ളി കോഴിക്കോട് ഏരിയയിലെ SV മാർക്കറ്റിലാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. 11 രാവിലെ 10:30 BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. BJP കരുനാഗപ്പള്ളി കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീട് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാണ്ട് ഒരു വീട് സ്വപ്നഭവന യോജന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. കോഴിക്കോട് ഏരിയയിലെ SV മാർക്കറ്റിൽ 23-ാം ഡിവിഷനിൽ ആദ്യ വീട് നിർമ്മാണം ആരംഭിക്കും. വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ഞായറാഴ്ച രാവിലെ 10:30 BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നമ്മുടെ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ ഭവനരഹിതരായ ആൾക്കാർക്ക് വർഷത്തിൽ ഒരു വീട് എന്നുള്ള നിലയിൽ നമ്മൾ ഭവനം നിർമ്മിച്ചു കൊടുക്കണം. ആദ്യ വീടിൻ്റെ കല്ലിടൽ കർമ്മം വരുന്ന ഞായറാഴ്ച 11-ാം തീയതി രാവിലെ 11 മണിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ നിർവഹിക്കുകയാണ്. അത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ലൈഫ് പദ്ധതികളുണ്ട് എങ്കിലും ആവാസ് യോജനയുണ്ട് എങ്കിലും ഒക്കെ നമുക്ക് ഇന്നും ഒറ്റ മുറിയിൽ കഴിയുന്ന കുടുംബങ്ങളും അതുപോലെ തന്നെ തലച്ചായ്ക്കുവാൻ ഒരു ഇടമില്ലാത്തവരും ഒട്ടനവധി നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെയൊക്കെ സഹായിക്കുക ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെയൊക്കെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പാർട്ടിയുടെ കോഴിക്കോട് ഏരിയ കമ്മിറ്റി ഈ ഒരു ഉദ്യമവുമായി മുന്നോട്ട് പോകുന്നത്. അതുവഴി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിർധനരായിട്ടുള്ള അർഹതപ്പെട്ട ആൾക്കാർക്ക് വർഷത്തിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്നുള്ളത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KR രാജേഷ്, മണ്ഡലം പ്രസിഡന്റ് മുരളി, ഏരിയ പ്രസിഡന്റ് ഷിജി ആനന്ദൻ, ജനറൽ സെക്രട്ടറി S രഞ്ജിത്ത്, ഹരിലാൽ എന്നിവരാണ് ഈ കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഗൃഹോപകരണങ്ങൾ വില കുറച്ച് നൽകുന്നതായി വ്യാജ പരസ്യം. ഇതേ തുടർന്ന് തടിച്ചുകൂടിയത് 100 കണക്കിന് പേർ. കരുനാഗപ്പള്ളിയിൽ ഗതാഗത കുരുക്കിനും കാരണമായി. പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യം നൽകി കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്ഥാപനമാണ് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചത്. ഇതോടൊപ്പം സ്ഥലത്ത് സംഘർഷാവസ്ഥയുമുണ്ടായി. 10,000 രൂപയുടെ ഗൃഹോപകരണങ്ങൾ 1000 രൂപയ്ക്ക് നൽകുന്നു എന്ന പരസ്യമാണ് ഇവർ നൽകിയത്. ഇതേ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വാഹനത്തിൽ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ സ്ഥാപനത്തിന് മുന്നിലെത്തി. എന്നാൽ പരസ്യത്തിൽ പറഞ്ഞതുപോലെയല്ല സാധനങ്ങൾ ലഭ്യമാകുന്നത് എന്ന് പറഞ്ഞ് ആളുകൾ ബഹളമുണ്ടാക്കുകയായിരുന്നു. തുടർന്ന് ഇത് സംഘർഷത്തിൽ കലാശിച്ചു.
കരുനാഗപ്പള്ളി പ്രിൻസിപ്പൽ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇടപെട്ടാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത്. ആൾക്കാരെ കബളിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ക്ഷുഭിതരായി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ബഹളമുണ്ടാക്കിയത്. ഇതേ തുടർന്ന് ഗതാഗത തടസ്സവും ദേശീയപാതയിൽ അനുഭവപ്പെട്ടു. വൈകിട്ട് 4 മുതൽ രാത്രി 10 മണി വരെ വലിയ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ഇതേ തുടർന്നാണ് ദേശീയപാത 66-ൽ ഗതാഗത കുരുക്കുണ്ടായത്. തെറ്റായ പരസ്യം നൽകി ജനങ്ങളെ കബളിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ഇതിനിടയിൽ ചിലർ ഉന്നയിച്ചു. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊട്ടാരക്കരയിൽ വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചു. AI മേഖലയിൽ ഉയർന്നുവരുന്ന സാധ്യതകളും മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളും നൈതിക വിഷയങ്ങളും കോൺക്ലേവിൽ അവതരിപ്പിച്ചു. ഡിസൈർ 2025 എന്ന പേരിലാണ് കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോൺക്ലേവ് നടത്തിയത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വന്നതോടെയുള്ള വിവരങ്ങളുടെ കുത്തൊഴുക്കിൽ വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാതെ മാർഗനിർദ്ദേശം നൽകാൻ ഡിസൈനർ 2025 പോലുള്ള ഉദ്യമങ്ങൾ സഹായകമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസൃതമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുണ്ടായ മാറ്റങ്ങൾ കേരളത്തിലും വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പരിപാടി സംഘടിപ്പിക്കുന്നത് ഡിസൈർ എന്ന പേരിലുള്ള ഡിസൈർ 2025 എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത് വളരെ പരിമിതമായ സമയം കൊണ്ടാണ്, പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ടാണ്. അത് ഞാനിവിടെ പറയുന്നു. കാരണം 500 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഉദ്ദേശിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടിയത് കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയ്ക്കാണ്. നാടിനെ ശക്തിപ്പെടുത്തുന്നതിന് സാങ്കേതിക വിദ്യയിൽ നിപുണരായ യുവതയുടെ സേവനം പ്രയോജനപ്പെടുത്താനാകണമെന്നും IT രംഗത്ത് കൊട്ടാരക്കര പ്രധാന കേന്ദ്രമാകുമെന്നും പുതുതായി ആരംഭിക്കുന്ന IT പാർക്ക്, സോഹോ കമ്പനി നെടുവത്തൂരിൽ ആരംഭിക്കുന്ന IT കേന്ദ്രം, വർക്ക് നിയർ ഹോം പദ്ധതി എന്നിവ തൊഴിൽ നൽകുന്നതിനോടൊപ്പം പുതുതലമുറയുടെ നൈപുണ്യ വികസനം ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രമ്യ ഗിരിജ, അമർരാജൻ, ഡോക്ടർ അരുൺ സുരേന്ദ്രൻ, ഷിബു KN, ശങ്കരി ഉണ്ണിത്താൻ, നിസാറി മഹേഷ്, ശ്രീകുട്ടി OU, കുക്കു പരമേശ്വരൻ തുടങ്ങിയവർ വിദ്യാർത്ഥികളോട് സംവദിച്ചു. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസം, കൃഷി, നൈപുണ്യ വികസനം, വ്യാവസായിക സാംസ്കാരിക മേഖലകളുടെ വികസനം മുൻനിർത്തി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയുടെ ഭാഗമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. നിയോജക മണ്ഡലത്തിലെ 32 സ്കൂളുകളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. CPI ചാരുമൂട് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. 2 ദിവസമായി പാലമേലിലാണ് സമ്മേളനം നടക്കുന്നത്. CPI ചാരുമൂട് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. 2 ദിവസമായി പാലമേലിലാണ് സമ്മേളനം നടക്കുന്നത്. നൂർനാട് CBM ഹയർ സെക്കൻഡറി സ്കൂളിലെ K ചന്ദ്രനുണ്ണിത്താൻ നഗറിൽ പ്രതിനിധി സമ്മേളനം നടന്നു. CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുഖേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റ് ശക്തി, അതായത് ലോകം ഇന്ന് ഭരിക്കുന്നതാരാണ്? ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ അനുസരിച്ച് ലോക സമൂഹത്തിൻ്റെ സിംഹഭാഗം കൈയടക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ 1% ആളുകളാണ്. 820-ലധികം കോടി ജനങ്ങളാണ്. ആ 820-ലധികം കോടി ജനങ്ങളിൽ 1% എന്ന് പറഞ്ഞാൽ R. രാജേഷ് രക്തസാക്ഷി പ്രമേയവും ശിവരാമപിള്ള അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P. തുളസീധരൻ സ്വാഗതം പറഞ്ഞു. TJ ആഞ്ചലോസ്, TT ജിസ്മോൻ, PV സത്യനേശൻ, അഡ്വക്കേറ്റ് V. മോഹൻദാസ്, അഡ്വക്കേറ്റ് KS രവി, D. രോഹിണി, M. മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. SSLC പരീക്ഷാഫലം. പുനലൂർ താലൂക്ക് സമാജം സ്കൂളുകൾക്ക് പുനലൂരിൽ സമഗ്രാധിപത്യം.
ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ പുനലൂർ താലൂക്ക് സമാജം സ്കൂളുകൾക്ക് പുനലൂരിൽ സമഗ്രാധിപത്യം. 92 A+കളാണ് താലൂക്ക് സമാജം സ്കൂളുകൾ സ്വന്തമാക്കിയത്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ആദ്യ സ്ഥാനം വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ് പുനലൂർ താലൂക്ക് സമാജം സ്കൂളുകൾ. സമാജത്തിന്റെ അധീനതയിലുള്ള ഗേൾസ് HS, താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ, ചെമ്മന്തൂർ HS എന്നീ സ്കൂളുകൾ ഇക്കുറിയും 100% വിജയം നേടി. 65 A+കളുമായി പുനലൂരിലെ പെൺപള്ളിക്കൂടമായ ഗേൾസ് HS വിജയക്കുതിപ്പിൽ ഒന്നാമതെത്തി. പരീക്ഷ എഴുതിയ 163 വിദ്യാർത്ഥികളും വിജയിച്ചു. 9 പേർ 9 A+കൾ നേടി. 14 പേർക്ക് 8 A+കൾ ലഭിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ A+കൾ നേടിയത് പുനലൂർ ഗേൾസ് HS ആണ്. ഇക്കുറിയും ഗേൾസിലെ മിടുക്കികൾ ഈ പതിവ് തെറ്റിച്ചില്ല. ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെയും കൂടെ നിന്ന രക്ഷിതാക്കളെയും PTA പ്രസിഡന്റ് CV അഷോർ, ഹെഡ് മിസ്ട്രസ് സുജാദേവി, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് PA അനസ് എന്നിവർ അഭിനന്ദിച്ചു. പരീക്ഷ എഴുതിയ 163 കുട്ടികളും വിജയിച്ചു. 9 കുട്ടികൾക്ക് 9 A+. ഇങ്ങനൊരു മനോഹരമായ അല്ലെങ്കിൽ അത്രയും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങളെ രക്ഷകർത്താക്കളും കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ കടന്നു പോകുന്നത്. ഒത്തിരി സന്തോഷം തരുന്ന നിമിഷങ്ങൾ. താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 115 വിദ്യാർത്ഥികളും വിജയിച്ചു. 14 പേർ എല്ലാ വിഷയങ്ങളിലും A+ നേടി. 6 പേർ 9 A+ഉം 7 പേർ 8 A+കളും നേടി. സ്കൂളിന് 100% വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ PTA പ്രസിഡന്റ് ഉദയൻ പിള്ള, HM G ശ്രീകല, മാനേജ്മെന്റ് എന്നിവർ അഭിനന്ദിച്ചു. ചിട്ടയായ പരിശീലനവും ഒപ്പം സ്നേഹനിർഭരമായ സമീപനവും കുട്ടികളെ ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റ്, PTA എന്നിവരും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പുനലൂരിൽ ഏറ്റവും അധികം തവണ 100% വിജയം നേടുന്ന സ്കൂൾ എന്ന ചരിത്ര നേട്ടവുമായാണ് ചെമ്മന്തൂർ HS തല ഉയർത്തി നിൽക്കുന്നത്. പരീക്ഷ എഴുതിയ 60 വിദ്യാർത്ഥികളും വിജയിച്ചു. 13 പേർക്ക് എല്ലാ വിഷയങ്ങളിലും A+കൾ നേടി. 5 പേർ 9 വിഷയങ്ങളിലും 3 പേർ 8 വിഷയങ്ങളിലും A+കൾ സ്വന്തമാക്കി. തുടർച്ചയായ 100% വിജയം സ്കൂളിന് സമ്മാനിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ PTA പ്രസിഡന്റ് K ബിദു, വാർഡ് കൗൺസിലർ ബിജു കാർത്തികേയൻ, സ്കൂൾ HM ലീന K ഡാനിയൽ എന്നിവർ അഭിനന്ദനം അറിയിച്ചു. 60 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 60 പേരും വിജയിച്ചു. 13 ഫുൾ A+, 5 9 A+, 3 8 A+ എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ ഉന്നത വിജയത്തിന് മുന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ കുട്ടികൾ, അധ്യാപകര്, മാനേജ്മെന്റ്, PTA എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനമാണ്. അച്ചടക്കത്തിലൂന്നിയ വിദ്യാഭ്യാസവും കഠിന പ്രയത്നവുമാണ് താലൂക്ക് സമാജം സ്കൂളുകളെ ഉയർന്ന വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു മറിഞ്ഞു. കൈക്കുഞ്ഞുൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. അഞ്ചൽ കുളത്തുപുഴ റോഡിൽ പത്തടി കാഞ്ഞവയൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഗൃഹനാഥനെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചവറ സൗത്ത് മാലി ഭാഗം സ്വദേശി അനന്തകൃഷ്ണപിള്ളയാണ് മരിച്ചത്. സെറ്റിയിൽ നിന്നും താഴെ കമിഴ്ന്നു വീണ നിലയിലായിരുന്നു മൃതദേഹം. കുണ്ടറ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിക്ക് സമീപം വാഹനാപകടം. 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കൊട്ടാരക്കരയിൽ വിദ്യാഭ്യാസ കോൺക്ലേവ്. AI മേഖലയിൽ ഉയർന്നുവരുന്ന സാധ്യതകളും മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളും നൈതിക വിഷയങ്ങളുമാണ് കോൺക്ലേവിൽ അവതരിപ്പിച്ചത്. ഡിസൈർ 2025 എന്ന പേരിലാണ് കോൺക്ലേവ് നടത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.